ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്. ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പോൾ അവർ വരുമ്പോൾ ആ കമ്പനിയിലേക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ് അസംബ്ലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുടിൽ വ്യവസായത്തിൻ്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലൊരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ, അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്ത് അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിൾ ആവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആവാത്ത കാര്യം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. നമുക്ക് ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മൾ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കിളികൾ, പക്ഷികൾ അവരുടെ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ്. എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യന് പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടു കൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ളൊരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രമേ എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല. അതെ, ഇതാണ് ആ ഒരു സംഭവമായി. നല്ലൊരു മെസ്സേജാണ്. ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പീസ് റേഡിയോയിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയൊക്കെ ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച് പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവെ വന്നോളണമെന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജല്ലേ, പിന്നെന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല ഇനി, സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിലൊരു മർമ്മപ്രധാനമായ ഒരു തലാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു. ഉത്തരം ഞാൻ പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഒരു തന്നു കഴിഞ്ഞു.
ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. അതെ, ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനവും മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. അതെ അതെ. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായൊരു ബിസിനസ്സുകാരൻ, അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളുടെ തലയടിച്ച് നിലത്ത് വീണു. അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, 0. അയാളുടെ ബിസിനസ് സ്ഥാപനം അയാൾക്ക് അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പർ അയാൾക്ക് അറിയില്ല, അയാളുടെ പാൻ കാർഡ് അയാൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല. ശരി, മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണേ. അതെ 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 അതെ. ഇപ്പം എല്ലാവരും പൊതുവെ മരണത്തെക്കുറിച്ചാണല്ലോ പറയാം. ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതെൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ് ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇത് കണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെയും അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളിലൊക്കെ പറഞ്ഞത്, ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6-7 മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി. ഓരോന്നും എന്താണെന്നിങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഏകദേശം, എല്ലാതും ഇല്ല, നല്ലൊരു 10 ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം. ഇതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നയാൾക്ക് ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണത് നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ട് എന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുകൂടാ. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആളിലധികം മൂപ്പർക്ക് ഉള്ളൊരു സ്ഥലത്ത് മൂപ്പർക്ക് നിൽക്കാൻ കഴിയില്ല. ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും അസ്വസ്ഥമായിട്ട്. അതുകൊണ്ട് അയാൾ ഭാര്യ അയാൾ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്. അയാൾ പഴയ പ്രവാസിയാണ്, 10-25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ, ജീവിക്കാൻ വകയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഈ ഒറ്റ ഡിസോർഡറിൻ്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോഴേ, അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയുക, പിയാൻ കുത്തും അല്ലേ? ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്, തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ. ഒരു മൈഗ്രെയിൻ വന്നാൽ അയിമ ഓഫാക്കുന്ന ടീമാണ് നമ്മൾ, മൊത്തം സിസ്റ്റം ഓഫാക്കും. അല്ല, നമ്മൾ എന്നൊരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോൾ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാൾക്കേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്താർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി, വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്. നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ? അതൊരു സത്യമാണ്. നമുക്ക് പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചോട്ടിലൊക്കെ ഉറങ്ങണ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും
ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. JCB വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ. തീർച്ചയായും അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാ അല്ലാഹ് വലിയ കാര്യം.